ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മീൻകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടെ ഒരു ചട്ടിയിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാലും തേങ്ങാപ്പീരയിൽ നിന്ന് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലും, അങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് മസാലപ്പൊടികളുടെ കൂടെ തേങ്ങ അരച്ചെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം വിഷമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതും കൂടെ അല്പം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പകരം നമുക്ക് മാങ്ങയോ കുടംപുളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ മസാല നന്നായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മസാല ഏകദേശം ഒരു 3-4 മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. മസാല തിളച്ച ഉടൻ തന്നെ മീനിടരുത്. ഒന്ന് കുറച്ച് സമയം നമ്മുടെ മസാല ഒന്ന് തിളച്ച് ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. മീനിട്ട് നന്നായി തിളച്ച ശേഷം ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് പോവാത്ത രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് മൂടാതെ പകുതി ഭാഗമായിട്ട് നമ്മുടെ കറി ഒന്ന് മൂടി വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് കല ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ മീൻ കലങ്ങാത്ത വിധത്തിൽ കയ്യിൽ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. ഏകദേശം കറി വറ്റി പാകമായാൽ ഇറക്കി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടെ മൂപ്പിച്ചൊഴിക്കാം. പകരം കടുകിട്ട് പൊട്ടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറി ഇവിടെ തയ്യാറായി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.